എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓസ്ട്രേലിയയ്ക്കെതിരായ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 4-ാം ദിവസം ഇന്ത്യ അപകടാവസ്ഥയിൽ തന്നെയാണ്. ഇന്നത്തെ മത്സരം നിർത്തുമ്പോൾ ഇന്ത്യ 252-9 എന്ന നിലയിൽ ആയിരുന്നു. മത്സരശേഷം ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: മികച്ച രീതിയിൽ കളിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചാണ് ഇന്ന് ഞങ്ങൾ മത്സരത്തിന് ഇറങ്ങിയത്. എന്നാൽ അതിന് സാധിച്ചില്ല. ബാറ്റിംഗിൽ വേണ്ട രീതിയിൽ കളിക്കാൻ സാധിച്ചില്ല. എന്റെ ബാറ്റിംഗ് പ്രകടനത്തിലും ഞാൻ തീർത്തും നിരാശനാണ്. കുറച്ചു മത്സരങ്ങൾ ആയിട്ട് എനിക്ക് മികച്ച രീതിയിൽ കളിക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ എടുത്ത പല തീരുമാനങ്ങളും തെറ്റിയും പോയിട്ടുണ്ട്. പഴയ പോലെ ഇതുവരെ ഫോം കണ്ടെത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല. അത് എന്റെ ഭാഗത്തുനിന്നുള്ള തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ നായകസ്ഥാനം നിന്ന് പടിയിറങ്ങുന്നതിനെപ്പറ്റി ആലോചിക്കുകയാണ്. ഒരുപക്ഷേ എന്നെക്കാൾ മികച്ച രീതിയിൽ ഇന്ത്യയെ നയിക്കാൻ കഴിയുന്ന താരങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ ടീമിലുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ആരെയെങ്കിലും ക്യാപ്റ്റൻ ആക്കി ഞാൻ പതുക്കെ ക്രിക്കറ്റിനോട് വിട പറയാൻ പോവുകയാണ്. എന്തായാലും ഈ പരമ്പര വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ കളിച്ചു തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ അതിന് സംശയമാണ്. എങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ പരമാവധി ശ്രമിക്കുക തന്നെ ചെയ്യും എന്നും രോഹിത് ശർമ്മ വ്യക്തമാക്കി. ഇന്ത്യയുടെ ഇന്നത്തെ ബാറ്റിംഗ് പ്രകടനം വളരെ മോശം തന്നെയായിരുന്നു. മികച്ച പ്രകടനം ആരും തന്നെ കാഴ്ചവെച്ചില്ല. പ്രത്യേകിച്ച് രോഹിത് ശർമ്മയുടെ മോശം ഫോമിനെ പറ്റി ഒരുപാട് വിമർശനങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഉയരുന്നുണ്ട്. എന്തായാലും ഇനിയുള്ള മത്സരങ്ങളിൽ ഇന്ത്യൻ ടീം തിരിച്ചുവരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.